അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വലിയ കൂട്ടുകെട്ടാണെങ്കിൽ പോലും ഇറാൻ്റെ കാര്യത്തിൽ ഈ രണ്ട് കൂട്ടുകെട്ടും അത്ര കണ്ട് ഫലം ചെയ്യുന്നില്ല എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ജെറാൾഡിൻ്റെ വിഷയം കട്ടപ്പുകയാണ്. കാരണം അവിടെ ക്യൂ നിൽക്കുകയാണ് ടോയ്ലറ്റിന് വേണ്ടിയിട്ട്. അഥവാ പുറത്ത് കരയിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സാധിച്ച് തിരിച്ചു വരുന്ന സൈനികരാണ് ഇപ്പോൾ ആ തിരക്കിലുള്ളത്. രണ്ടാമത് അബ്രഹാം ലിങ്കനും തദൈവ ആ ലെവലിലാണ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അമേരിക്കയുടെ സൈന്യത്തിൻ്റെ വീര്യം ചോർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഇത് രണ്ടും മതിയാകും. കൂടാതെ തന്നെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രോണിനെ തള്ളിയിട്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ വെടിവെച്ചിട്ടു എന്ന് പറയുന്ന വാർത്തയാണ് പുതുതായി വരുന്നത്. എന്താണെങ്കിലും ഇന്നലെ വന്ന വാർത്തയാണിത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് അമേരിക്ക രണ്ടാമതൊരു ഡ്രോണിനെ അയച്ച് പരീക്ഷണം നടത്തിയില്ല എന്നുള്ളതാണ്. അതാണിപ്പോൾ ഇന്ന് കൂടുതലായി ചർച്ച ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കയുടെ സൈന്യം, നാവിക സൈന്യം ഇറാൻ്റെ ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ തന്നെ ഇറാൻ മറ്റൊരു ഡ്രോൺ അതേ പാതയിൽ സഞ്ചരിപ്പിക്കുകയും അത് ഒരു പ്രശ്നമില്ലാതെ അഥവാ അമേരിക്കൻ സൈന്യത്തിൻ്റെ തലക്ക് മുകളിലൂടെ പറന്ന് എല്ലാം ഒപ്പിയെടുത്ത് തിരിച്ച് ഇറങ്ങേണ്ടടുത്ത് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ രണ്ട് കാര്യമാണുള്ളത്. അമേരിക്ക ഒരു ഡ്രോണിനെ ആക്രമിച്ചപ്പം പകരമായി ഒന്നുകൂടി അയച്ചു നോക്കി, ഒന്നും ചെയ്യാതെ അമേരിക്ക കീഴ്പ്പെട്ടു. രണ്ടാമത് ഇപ്പോൾ അമേരിക്കയുടെ ഡ്രോണാണ് നശിപ്പിക്കപ്പെട്ടത്, അത് ഇറാൻ സൈന്യമാണ് നശിപ്പിക്കപ്പെട്ടതെന്ന് അറിഞ്ഞിട്ട് പോലും രണ്ടാമത് ഡ്രോൺ അയച്ചിട്ട് ആ വീര്യം എന്ന് അളക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറായില്ല. ഇതോടുകൂടി അമേരിക്ക തോറ്റിരിക്കുന്നു എന്ന വാർത്തയാണ് ഇൻ്റർനാഷണൽ മീഡിയകളിലും ബന്ധപ്പെട്ട യുദ്ധ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വന്ന് പെട്ടിരിക്കുകയാണ്. അമേരിക്ക ജെറാൾഡിൽ കുടുങ്ങിയതുപോലെ, ജെറാൾഡിൽ ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മറ്റൊരു ചാനലിൽ പറഞ്ഞതുപോലെ അവിടെ ക്ലോസറ്റുകളൊക്കെ ആകെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഈ പൈപ്പ് ലൈൻ സംവിധാനം അത്രയും ക്രിട്ടിക്കൽ രൂപത്തിലാണ് കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്പറേഷൻ ക്ലിയറായി കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ $4 ലക്ഷം, അഥവാ $1,30,00,000 അടുത്ത് വരുന്നത് അപ്രോക്സിമേറ്റ്ലി എത്രയാണോ ആ ഒരു എമൗണ്ട് എത്രയാണോ ആ ലെവലിൽ ഈ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിപ്പോകുന്നത്. പക്ഷേ ജെറാൾഡിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി പറയുന്നത് ആ കപ്പലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാനസികമായി ചടച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പം സൈനിക ബലത്തിൽ അമേരിക്ക വലിയ രൂപത്തിലുണ്ടെങ്കിൽ പോലും സൈന്യത്തിന് പ്രാഥമിക കാര്യം പോലും നടത്താൻ പറ്റാത്ത, സ്വസ്ഥമായി നടത്താൻ പറ്റാത്ത ഒരു പ്രത്യേക പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് ഇപ്പം ജെറാൾഡിലുള്ളയും അബ്രഹാം ലിങ്കനിലുള്ളയും സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവർ കാലങ്ങളായി ഓരോ ദിവസവും ഇപ്പോൾ യുദ്ധം ഉണ്ടാവും എന്ന് കരുതി ജീവിക്കുകയാണ്. പക്ഷേ ഇന്ന് വരെ യുദ്ധമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ ഇവർക്ക് അറ്റുപോയിട്ടുണ്ട് എന്ന വാർത്തയും കൂടി വരുന്നുണ്ട്. എന്താണെങ്കിലും മൊത്തമായി ട്രംപ് പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഇത് മാത്രം മതിയാവും. ആ ലെവലിലാണ് കാര്യങ്ങൾ. നമ്മുടെ ഡ്രോൺ അടിച്ചിട്ടതിന് ശേഷം ഒരു പരീക്ഷണ പറക്കൽ പോലും നടത്താതെ അമേരിക്ക പതുങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് നാട് പിടിച്ചാൽ മതിയായിരുന്നു. നമ്മളൊക്കെ പറയാറുണ്ട്, ഇല്ലത്തുനിന്ന് പോന്നു മനയിലെത്തി എത്തിയില്ല എന്നൊക്കെ പറയുന്ന രീതിയുണ്ടല്ലോ. അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഇവിടെ രീതിക്കായിട്ടുള്ളൊരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ ഉള്ള ആളല്ല ഇറാൻ. ഇപ്പോൾ അടുത്തെത്തിയപ്പോഴാണ് ഇറാൻ്റെ ശരിക്കുള്ള ഗൗരവം മനസ്സിലായത് എന്നൊക്കെ തിരിയുന്ന രീതിക്കാണ് ഇപ്പോൾ അമേരിക്കയുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും അമേരിക്ക ഒന്നുകൂടിയും പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കൂടുതൽ വിശേഷമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.